നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെപ്പോഴേ പെരുന്തിരുത്തിയാണുള്ളത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള പഴഞ്ഞി പെരുന്തിരുത്തി എന്ന് പറയും. അവിടുത്തെ ഒരു ചെറിയ കോൾപ്പടവും നെൽവയലും കുഞ്ഞു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പാടം ഞാറ് നട്ടിട്ട് നല്ല പച്ച വിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സൈഡിലുള്ള വരമ്പിൻ്റെ മുകളിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രണ്ട് സൈഡിലും തോട്ടിൽ വെള്ളമുണ്ട്. അതായത് ഇവിടെ കോൾ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഒരു വൈകുന്നേരം ടൈം ആയതുകൊണ്ട്, ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ പാടത്തേക്ക് ഈ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഈവനിങ് വാക്കിനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. സംഭവം ചുറ്റുപാട് കാണാൻ നല്ല രസട്ടാ, നല്ല ഭംഗിയാണ്. തോടും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ നെൽവയൽപ്പാടും മരങ്ങളും, ഒപ്പം നല്ല പക്ഷികളുടെ ശബ്ദവും, പക്ഷികൾ ഇര തേടാൻ വേണ്ടി വന്നിരിക്കുന്നതും. ഈ ചെറിയ പാലം കിടന്നിട്ട് അപ്പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. ഒരു ചേട്ടൻ വണ്ടിയുടെ മുകളിൽ വരുന്നുണ്ട്. ചേട്ടൻ ഇവിടുത്തെ പമ്പ് ഓൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് അടിച്ചിട്ട് വേണ്ട ശക്തിയിൽ വെള്ളം അടിച്ച് കയറ്റിട്ടുണ്ട്. നല്ല ഫോഴ്സിൽ, ഭയങ്കര ശബ്ദത്തിൻ്റെ. ഇതിലൂടെ വെള്ളം അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു കിടിലൻ ആംബിയൻസ് കേട്ടോ ഇവിടെ. ഒരുപാട് ദേശാടന പക്ഷികളും അതുപോലെ കൊക്കുകൾ ഒക്കെ ഏറെ പിടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈവനിങ് വാക്കിന് അതുപോലെ മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പാടപ്പോൾ നല്ല പച്ചപ്പുള്ള കാരണേ, ഞാറൊക്കെ നട്ട് നല്ല പച്ചപ്പുള്ള കാരണം നല്ലൊരു വൈബാണ് കാഴ്ച. ഇവിടുത്തെ കിടിലൻ കാഴ്ചയാണ്. നല്ലൊരു കാറ്റും കൊണ്ട് കുറച്ച് നേരം ഇവിടെ നടക്കാം. ഇവിടെ ഒരു ചെറിയ പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കടന്നു നോക്കാം എങ്ങനെയുണ്ട് കാഴ്ച. പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോഴേ ചെറിയൊരു കുലുക്കുണ്ട്, ചെറിയൊരു പേടി. കുലുങ്ങി കുഴപ്പമില്ലാണ്ട് അപ്പുറത്തേക്ക് എത്തി. ഇതിൻ്റെ സൈഡിലെ തോട്ടിലൂടെ വെള്ളം പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. നല്ല മീനുകളും അടിപൊളി ഞണ്ടുകളൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് പച്ചപ്പും മനോഹരമായ കാഴ്ചകളും. എവിടെ നോക്കിയാലും കിളികളുടെ ശബ്ദമാണ്. ഒരു ചേട്ടൻ കൃഷി നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ കൃഷിനെ പറ്റി കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെങ്കിൽ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോയി. പല കർഷകരും ഈ ഈവനിങ് ടൈമിൽ ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. അതായത് വെള്ളം കറക്റ്റായിട്ട് കണ്ടത്തിലേക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഒരു ചേട്ടൻ പുല്ല് വെട്ടിയിട്ട് ചാക്കിൽ നിറച്ചിട്ട് ഒരു ഇലക്ട്രിക് വണ്ടിയുടെ മുകളിൽ പോകുന്നുണ്ട്. അത്യാവശ്യത്തിന് പുല്ല് ചാക്കിൽ കുത്തി നിറച്ചിട്ട് വീർപ്പിച്ചിട്ടാണ് പോണ ആള്. പറന്നിട്ടാ പോണ ഇലക്ട്രിക് വണ്ടിയുടെ മുകളിൽ. നല്ല രസമുണ്ട് ഇവിടെ കാറ്റും കൊണ്ടൊന്ന് നടക്കാൻ. ഈ ഒരു സൈഡ് ഞാറൊക്കെ നട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ട്രാക്ടർ വെച്ച് ഉഴുതിട്ടിട്ടുള്ളൂ. ഞാറ് നട്ടിട്ടില്ലാന്ന് തോന്നുന്നു. കണ്ടോ, ഒന്ന് പച്ചപ്പുള്ളതും മറ്റേത് പച്ചപ്പില്ലാതെയും. അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ ചെറുതായിട്ട് കേൾക്കാണ്ട്. നമ്മളൊന്ന് നടന്നു നോക്കാണ്. ഇത് കൂടെ ഇത് പാട വരുമ്പത്ത് കൂടെ കാറ്റടിക്കണ തന്നെ ക്ഷീണം തീരെ അറിയണില്ല. സൈഡിൽ നന്നായിട്ട് പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. പുല്ലിങ്ങനെ കാട്ടില് ഡാൻസ് കളിക്കുന്നുണ്ട്. പുല്ല് നമ്മളെ തഴുകി തലോടിയിട്ടാണ് നിൽക്കണം. ഇവിടെയൊക്കെ വെള്ളം അടിച്ചിട്ട് തോട്ടിലേക്ക് വെള്ളം അടിച്ചിട്ട് കൃഷി സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അടിപൊളി കാറ്റാണ് മോനെ. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബട്ടാ, രക്ഷയില്ല. പാടത്തിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നല്ല മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ.
സംഭവം ഇത് നട്ടുപിടിപ്പിച്ച പോലെ തോന്നുന്നു, പക്ഷെ അതൊന്നങ്ങനെയല്ല. ഒരു സൈഡിൽ വെള്ളത്തിരി കൂടുതൽ ഈർപ്പം നിൽക്കുന്ന സ്ഥലത്ത് നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളുണ്ട്. മരം കടപുഴകി എൻ്റെ കട പൊട്ടിയിട്ട് ഇവിടെ ഇരിക്കണം. ബാക്കി ഭാഗത്ത് ആ തോട്ടിലേക്ക് വീണുണ്ട്. ആകെ ദ്രവിച്ചു ഉണങ്ങി. പക്ഷികളവിടെ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. ഞാൻ വന്നപ്പോൾ അത് പറന്നുപോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ലോണം പക്ഷികൾക്ക് തിന്നാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൊക്കുകളും ദേശാടന പക്ഷികളും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒരു സൈഡേ നല്ല മുഴുതിട്ട് കൊടുക്കണല്ലോ, അപ്പോൾ അവിടുന്ന് അത്യാവശ്യം ഇരകൾ തന്നെ കിട്ടുന്നുണ്ട്. നല്ല സൺസെറ്റ് നമുക്ക് കിട്ടും കേട്ടോ. കുറച്ചേറെ ക്ഷമയോടുകൂടി നിൽക്കണം മാത്രം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സൺസെറ്റ് നമ്മൾ കണ്ടു കേട്ടോ. അടിപൊളി കിടിലൻ പൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടിലൻ വ്യൂ. സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ഈ പാടത്തെ മനോഹരമായ സൺസെറ്റും കണ്ട് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. മെല്ലെ നമ്മൾ സൺസെറ്റ് കണ്ടിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൾക്കാർ പാലത്തിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നടന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ തിരിച്ചു പോയിട്ടാ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതിലേക്ക് ബൈ ബൈ.